الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمد رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തി ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വാബോധത്തോടെ ജീവിക്കണം എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരായി, ദാസിമാരായി ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, യൗമുൽ ജുമുഅയിലെ നിന്റെ വമ്പിച്ച പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഞങ്ങളിതാ ഒരുമിച്ച് കൂടിയിരിക്കുക. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ ഖുതുബയും എല്ലാം പ്രാർത്ഥനയും വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിതാ വമ്പിച്ച ഒരു പരീക്ഷണത്തിൻ്റെ വക്കില. ഞങ്ങളൊരു ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. ജനാധിപത്യ മതേതരത്വ കക്ഷികളും അതിനെ തകർക്കാൻ
നടക്കുന്ന, ഭരണഘടനയെ പോലും മാറ്റിയെഴുതാൻ നടക്കുന്ന ടീമും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ് പഠിച്ചവനെ നടക്കാൻ പോകുന്നത്. മതേതര ശക്തികൾക്ക്, എല്ലാ മതസ്ഥരോടും സ്നേഹവും കാരുണ്യവും വെച്ച് പുലർത്തുന്ന നല്ല ഭരണാധികാരികൾക്ക് അവരുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അങ്ങനെയുള്ള നല്ല ടീമിനെ നീ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ മാസം വളരെ പെട്ടെന്നാണ് നമ്മിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത്. എല്ലാവർക്കും ഇത്രയും പെട്ടെന്ന് ഈ ഒരു മാസം കഴിഞ്ഞു പോകും എന്നൊരു വിശ്വാസം പോലുമില്ല. കാരണം ഇത്ര സ്പീഡിൽ പോയല്ലോ ഈ അനുഗ്രഹീതമായ നാളുകൾ. എത്രമാത്രം ചൂടിന്റെ കാഠിന്യത്തിലാണ് അള്ളാഹു നമ്മളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചത്. 37, 38, 39, 40, 41, 42 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്ന ചൂടിലാണ് വിശ്വാസികളോടും അള്ളാഹ് പറഞ്ഞത് നോമ്പ് പിടിക്കണം. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴെ സുബഹിക്ക് മുമ്പ് മുതൽ മഗ്രിബ് ബാങ്ക് വരെ 12 മണിക്കൂറിലധികം ഒരു തുള്ളി ജലം പോലും കീഴേക്കിറക്കാതെ കടിച്ച് പിടിച്ച് ഈമാനോടുകൂടി നമ്മൾ നോറ്റെടുത്ത നമ്മുടെ സിയാം, അതിന് നമ്മൾക്ക് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. ആ പ്രതിഫലം നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി ആ പ്രതിഫലം നേടിയെന്നോർത്ത് ഇനി തെറ്റുകളിലേക്ക് ഇറങ്ങി തിരിക്കരുത്. കാരണം തെറ്റുകളെല്ലാം അള്ളാന്റെ മുന്നിൽ പറഞ്ഞ് കരഞ്ഞ് കഴുകി ശുദ്ധമാക്കി നമ്മുടെ ഹൃദയമെല്ലാം, മനസ്സും ശരീരവും എല്ലാം വെട്ടിപ്പാക്കിയിരിക്കുകയാണ്. ഇനി സ്വച്ഛമായ ഒരു കണ്ണാടി പോലെ തെളിഞ്ഞു കാണാവുന്ന ഒരു ഹൃദയവുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് അഴുക്ക് തെറിപ്പിക്കരുത്. പടച്ചവനെല്ലാം കഴുകി കളഞ്ഞു, എല്ലാ പാപങ്ങളും കഴുകി വെട്ടിപ്പാക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മളിങ്ങോട്ട് പോരുന്ന വഴി ഏതെങ്കിലും ഒരു കുഴിയിൽ കുറച്ച് വെള്ളം കെടുക്കാന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഏതെങ്കിലും ഒരു വാഹനക്കാരൻ വന്നിട്ട് ആ കുഴിയിലെ വെള്ളം അടിച്ച് തെറിപ്പിച്ച് ജുമാക്ക് പോരുന്ന നമ്മുടെ ഈ ഷർട്ടിലേക്ക് തെറിപ്പിക്കുകയാണ് എങ്കിൽ എത്രമാത്രം ദേഷ്യം നമുക്കുണ്ടാവും. ഉറപ്പല്ലേ? പള്ളിയുടെ തൊട്ടടുത്തെത്തി നമ്മൾ. അപ്പോഴാണ് ഒരുത്തൻ വളരെ സ്പീഡിൽ വന്നിട്ട് വണ്ടി ഓടിച്ച് ആ കുഴിയിലെ വെള്ളം നമ്മുടെ ശരീരത്തേക്ക് അഴുക്ക് തെറിപ്പിച്ചിട്ടപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാകില്ല. പടച്ചവനും അങ്ങനെ തന്നെയാണ്. എല്ലാം കഴുകി വെടിപ്പാക്കിയിരിക്കുക. പെട്ടെന്ന് എടുത്ത് അഴുക്ക് തെറിപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്നാലോചിച്ച് നോക്കിയേ. നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ ഷർട്ടിലേക്ക് അഴുക്ക് തെറിപ്പിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അതുപോലെ തന്നെയല്ലയോ അള്ളാഹ് പടച്ചവൻ 7ാം ആകാശത്തിരിക്കുകയല്ലയോ? നമ്മൾ എല്ലാ തെറ്റും കഴുകി വൃത്തിയാക്കിയ ശേഷം പെട്ടെന്ന് റമളാൻ കഴിഞ്ഞിട്ട് വീണ്ടും ഈ തെറ്റിലേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥ പടച്ചവന്റെ മനസ്സിൽ നമ്മളെ പറ്റി എന്തായിരിക്കും? ഇവൻ രാവേറെ ഇരുന്ന് തഹജ്ജുദ് നമസ്കാരത്തിൽ സുജൂദിൽ 19 ആയത്ത് ഓതുന്ന സമയം വരെയൊക്കെ സുജൂദിൽ കിടന്ന മനുഷ്യനല്ലയോ? പിന്നെ എങ്ങനെ ഈ മനുഷ്യൻ ഈ തെറ്റിലേക്ക് പോയി എന്ന് പടച്ചവൻ ചിന്തിക്കില്ലയോ? ഉറപ്പല്ലയോ? ഈ 2 മലക്കുകൾ ഉണ്ടല്ലോ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അത് നിരീക്ഷിച്ചുകൊണ്ട് 2 മലക്കുകളുണ്ട്. റഖീബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിരീക്ഷകൻ എന്ന. നിരീക്ഷകൻ. അതീദ് എന്ന് പറഞ്ഞാൽ തയ്യാറായിരിക്കുന്നവൻ. അങ്ങനത്തെ 2 മലക്കുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്നു. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. ഖാഫ് സൂറത്താ. ഖാഫ് വളരെ മനോഹരമായ ഒരു സൂറത്താ. മനസ്സിൽ ഇങ്ങനെ കിടുങ്ങൽ ഉണ്ടാകും. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. വലതുഭാഗത്തും
ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് രണ്ട് മലക്കുകൾ ഏറ്റെടുക്കുന്നതെല്ലാം ഏറ്റെടുക്കുമ്പോൾ ആ വലതുഭാഗത്തിരിക്കുന്ന മലക്ക് ഏറ്റെടുക്കുന്നത് നന്മകളാണ്, എഴുതി വെക്കുന്നതെല്ലാം നന്മകൾ മാത്രം. ഇടതുഭാഗത്തിരിക്കുന്ന മലക്കുകൾ എഴുതി വെക്കുന്നതും അത് ക്യാമറയിൽ പകർത്തുന്നതും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം നമ്മുടെ തെറ്റുകളാണ്. കൃത്യമായി വിശ്വസിച്ച പറ്റൂ. ഇത് പരിശുദ്ധ ഖുർആനാണ്. ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു മാസം ത്യാഗപൂർവ്വം നോമ്പ് നോക്കാൻ പറഞ്ഞു നമ്മളോട്. കഷ്ടപ്പെട്ട് സൂര്യതാപം ഏറ്റാലും വേണ്ടിയില്ല, എത്ര ചൂടേറ്റാലും വേണ്ടിയില്ല, അത് എത്ര കഠിനമായ തണുപ്പായാലും വേണ്ടിയില്ല, നോമ്പ് നോറ്റേ പറ്റൂ എന്ന് അള്ളാഹു തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ്. അലിഫ് ലാം റാ, മൂന്നക്ഷരമാണ്. ഒന്ന് അലിഫ്, ഒന്ന് ലാം, ഒന്ന് റാം. റാ. കിതാബുൻ അൻസൽനാഹു ഇലൈക്, പ്രവാചകരെ ഈ വേദഗ്രന്ഥം താങ്കൾക്ക് ഞാൻ അവതരിപ്പിച്ച് തന്നത് ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, മനുഷ്യരെ അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ് ഈ വേദഗ്രന്ഥം നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നത്. പ്രവാചകനോട് പറയുക, ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അതായത് പ്രതാപിയും സ്തുത്യർഹനുമായ പരമകാരുണികനായ റബ്ബിന്റെ അനുമതി പ്രകാരം നിനക്ക് അവതരിപ്പിച്ചെന്ന വേദഗ്രന്ഥമാകുന്നു. ഈ വേദഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ചു തന്നതുകൊണ്ടാണ് നിന്നിൽ വിശ്വസിച്ച, ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ച, അള്ളാഹുവിൽ വിശ്വസിച്ചതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച എല്ലാ വിശ്വാസികളോടും അള്ളാഹു ഒരു മാസക്കാലം നോമ്പ് നോക്കാൻ പറഞ്ഞത് ഈ വേദഗ്രന്ഥത്തെ പവിത്രമായി കാണാനും അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും വേണ്ടിയാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആൻ ഇങ്ങോട്ട് ഓതാൻ ആരംഭിക്കുമ്പോഴേ ഫാത്തിഹ സൂറത്ത് അങ്ങോട്ട് മറിച്ച് മാറ്റി അത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന അൽ ബഖറ സൂറത്താണ്. അൽ ബഖറ സൂറത്ത് മറിക്കുമ്പോഴേ ഓതന ആയത്തായത് അലിഫ് ലാം മീം, മൂന്നക്ഷരം. ദാലിക്കൽ കിതാബ്, ആ വേദഗ്രന്ഥമുണ്ടല്ലോ, ലാ റൈബ ഫീഹി, അതിൽ യാതൊരുവിധ സംശയവുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാകുന്നു. അബൂലഹബിന്റെ 3 മക്കളെ ഇസ്ലാം സ്വീകരിച്ചു. 3 മക്കളെ. ആ അബൂലഹബിന്റെ 3 മക്കളെ കൊണ്ട് അള്ളാഹു ഓദിപ്പിച്ച എന്താണെന്നറിയാവോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, എന്റെ വാപ്പ നശിക്കട്ടെ. അബൂലഹബിന്റെ 3 മക്കൾ ഇസ്ലാമിലേക്ക് വന്നപ്പോഴേ ആ മക്കളെ കൊണ്ട് അള്ളാഹു ഓദിക്കുക, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, എന്റെ വാപ്പയായ അബൂലഹബ് നശിച്ചു പോട്ടെ, അവൻ നശിച്ചിരിക്കും. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പാദ്യമോ അവന്റെ സമ്പത്തോ അവന് യാതൊരുവിധ ഉപകാരവും ചെയ്തില്ല. 3 മക്കൾ ഓതണ്ടേ നമസ്കാരത്തിൽ? ആലോചിച്ച്, ആ മക്കൾ ഓതുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും? സ്വന്തം പിതാവ് ആ പിതാവിനെ ശപിക്കുന്നു നമസ്കാരത്തിൽ നിന്ന്. അള്ളാഹ് പറഞ്ഞു ഓതിയേ പറ്റൂ. ഇക്രിമ, ആരാ ഇക്രിമ? അബൂജഹലിന്റെ മകനല്ലയോ ഇക്രിമത്ത് ബിനു അബീ ജഹൽ എന്ന പേര്. അബൂജാഹിലിനെ എല്ലാവർക്കും അറിയാല. അബൂജാഹിലിനെ എല്ലാവർക്കും അറിയാം. 1-ാം തരം കൊടിയ മുശ്രിക്ക. മകൻ ദീനിലേക്ക് വന്നു. ആ മകൻ നിന്ന് ഓതണം, വൈലുല്ലിൽ മുശ്രിക്കീൻ, എന്റെ വാപ്പ ഉൾപ്പെട്ട മുശ്രിക്കുകളായ മുശ്രിക്കുകളെല്ലാം നശിച്ചു പോട്ടെ. എന്റെ വാപ്പ ഉൾപ്പെട്ട മുശ്രിക്കുകളായ എല്ലാ മുശ്രിക്കുകളും നശിച്ചു പോട്ടെ. ആരെ കൊണ്ട് ഓദിപ്പിക്കുന്നു? അബൂജാഹിലിന്റെ മകനെ കൊണ്ടുള്ള ഓദിപ്പിക്കുന്നു. ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിന്റെ ധീര ശൂര പരാക്രമിയാണ്. ഖാലിദ് റളിയല്ലാഹു, പാപ്പയുടെ പേരെന്താണെന്നറിയാവോ? വലീദ്. വലീദ് ആരാ? കൊടിയ മുശ്രിക്ക.
ആ ഖാലിദിനെ കൊണ്ട് അള്ളാഹു ഓദിപ്പിക്കുന്നു. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ. അവൻ നശിച്ചു പോട്ടെ, ഖാലിദിന്റെ വാപ്പ നശിച്ചു പോട്ടെ. ആരാ ഓതേണ്ടത്? ഖാലിദ് ബിൻ വലീദ് ഓതണം. നമസ്കാരത്തിൽ ഇമാമ് നിന്നാലും ഖാലിദ് ബിൻ വലീദ് ഓതണം. ഈ സൂറത്ത്, ഏത് സൂറത്ത്? സൂറത്തുൽ മുദ്ദസ്സിർ. കണ്ടോ, അള്ളാഹു ദീനിലേക്ക് വന്നവരെ കൊണ്ട് സ്വന്തം ബാപ്പയെ പോലും ശപിപ്പിക്കാനുണ്ടാവുന്ന കാരണം എന്താണെന്ന് പിടുത്തം കിട്ടിയോ? റബ്ബിനെ അനുസരിച്ചില്ല, മുശ്രിക്കുകളായി മാറി, റബ്ബിന്റെ ദീനിനോട് എതിർത്ത് നിന്നു, അതിനെ നശിപ്പിക്കാൻ വേണ്ടി നിന്നു. അവരേക്ക് അള്ളാഹു ശാപവാക്കുകൾ ഉപയോഗിച്ച് പച്ചക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് മക്കളെ കൊണ്ട് അള്ളാഹു ഓദിപ്പിച്ചു. അതാണ് നമ്മുടെ ദീൻ. ഇസ്സത്തുള്ള ദീനാണ് ഇസ്സത്ത്. ഇത് ഇസ്സത്തായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിൽ നിന്നും നമുക്ക് നൽകിയ ദീനാണ്. ആ ഒരു വേദഗ്രന്ഥമാണ് നമ്മുടെ മുന്നിലുള്ളത്. അള്ളാഹ് പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. കിതാബ്, ഈ വേദഗ്രന്ഥം, അൻസൽനാഹു ഇലൈക്, താങ്കൾക്ക് ഞാൻ അവതരിപ്പിച്ച് തന്നത്, മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണിത്. ലിയദ്ദബ്ബറൂ ആയാതി, ഇതിലെ ആയത്തുകളെ പറ്റി, ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകേണ്ടതിന് വേണ്ടിയുമാണ്. ബുദ്ധിയുള്ളവർ ഉത്ബുദ്ധരാകേണ്ടതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വേദഗ്രന്ഥം. ഈ വേദഗ്രന്ഥം ഈ റമളാനിൽ ഓതി തീർക്കുകയും പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തോ അവരാണ് ബുദ്ധിമാന്മാർ. ഗുരുനാനാക്കിനറിയോ? ഗുരുനാനാക്ക് സിഖ് മത സ്ഥാപകനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ദി ഏജ് ഫോർ ദി വേദാസ് ആൻഡ് പുരാൺസ് ഈസ് ഗോഡ്, നൗ ദി ഖുർആൻ ഈസ് ദി ഓൺലി ബുക്ക് ടു ഗൈഡ് ദി വേൾഡ്. ഗുരുനാനാക്ക് പറഞ്ഞൊരു വാചകമാണ്. വേദങ്ങളുടെയും പുരാണങ്ങളുടെയും കാലഘട്ടം തന്നെ കഴിഞ്ഞുപോയി. ദി ഏജ് ഫോർ ദി വേദാസ് ആൻഡ് പുരാൺസ് ഈസ് ഗോൺ, നൗ ദി ഖുർആൻ ഈസ് ദി ഓൺലി ബുക്ക് ടു ഗൈഡ് ദി വേൾഡ്. ഇത് ഖുർആന്റെ കാലഘട്ടമാണ്. ഇത് ഖുർആന്റെ കാലഘട്ടമാണ്, പരിശുദ്ധ ഖുർആന്റെ കാലഘട്ടമാണ്. ലോകത്തെ നന്മയിലേക്ക് നയിക്കുവാൻ ഈ പരിശുദ്ധ ഖുർആന് മാത്രമേ കഴിയുകയുള്ളൂ. പാശ്ചാത്യ ചരിത്രകാരനും ചിന്തകനുമായ ഗിബ്ബൺ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഗിബ്ബൺ, ഖുർആൻ ഈസ് എ ഗ്ലോറിയസ് ടെസ്റ്റിമണി ഓഫ് ദി യൂണിറ്റി ഓഫ് ഗോഡ്. പാശ്ചാത്യ ചരിത്രകാരനായ ഗിബ്ബൺ പറഞ്ഞ വാചകമാണ്. വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം ദൈവം ഏകനാണ് എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. എത്ര ചിന്തകരാണ് ഇതിനെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഡോക്ടർ മോറിസ് ബുക്കായി കേട്ടിട്ടില്ലയോ? ഇതിൽ എന്തെങ്കിലും വിമർശിക്കാൻ പറ്റിയതുണ്ടോ എന്ന് പരതി ആണ്ടിറങ്ങിയ മനുഷ്യനാണ്, ശാസ്ത്രജ്ഞനാണ്. പരതിയിട്ടൊന്നും കാണുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞ വാചകം, ഖുർആൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഓപ്പൺ ടു ക്രിറ്റിസിസം ഫ്രം മോഡേൺ സയൻസ്. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. ദി ബൈബിൾ, ദി ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകം കിട്ടും, വായിച്ചാൽ അതിലുള്ള വാചകം. ആധുനിക ശാസ്ത്രത്തിൽ നിന്നും വിമർശന വിധേയമാക്കാവുന്ന ഒരൊറ്റ പ്രസ്താവന പോലും ഖുർആനിൽ ഇല്ല തന്നെ. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ച മനുഷ്യനാണ്. അവസാനം ഖുർആന്റെ ആശയധാരയിലേക്ക് വന്ന ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞന്റെ പേരാണ്, ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ മോറിസ് ബുക്കായി. നമ്മളോ ഖുർആന്റെ അനുയായികളാണ്. നമ്മൾ പഠിക്കുന്നുണ്ടോ? മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? രാവിലെ 7 മണിക്ക് നമ്മുടെ സ്ത്രീകൾ, ഉമ്മമാർ ബസ് കാത്ത് നിൽക്കുകയാണ് മക്കളെയും കൊണ്ട് വഴിയരികിൽ. സ്കൂൾ ബസ് വരാൻ 7 മണി കയറ്റിവിടുന്നു. ഒരു ഖുർആന്റെ ആയത്തെങ്കിലും പഠിക്കാൻ ഏതെങ്കിലും ഉമ്മമാർ അങ്ങനെ ഒരു ത്യാഗം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. 7 മണി 6:30 മണിയാകുമ്പോ ഇങ്ങനെ മക്കളെയും പിടിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്ന ഉമ്മമാരാണ്, അല്ലെങ്കിൽ ഉപ്പമാരാ. എങ്ങോട്ടാ പോകുന്ന? സ്കൂൾ പഠനം, ഇംഗ്ലീഷ്, ഏറ്റവും ഉന്നതമായ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക. ഇത്രയും നേരത്തെ ആ മകനെ എടുത്ത്, ആ മകളെ എടുത്ത്, ചിലപ്പോൾ കൊച്ചായിരിക്കും, 7 വയസ്സ് 8 വയസ്സ്, അത് രാവിലെ ഷവറിന്റെ അടി കൊണ്ടുവന്ന് നിർത്തി, അത് തിരിച്ച് വെള്ളമൊഴിച്ച് പല്ല് തേപ്പിച്ച് എല്ലാം ചെയ്ത് 6:30 7 മണിയാകുമ്പോൾ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ നിർത്തിയിരിക്കുക വണ്ടി വരാൻ.
ഒരു ഖുർആനായത്തെങ്കിലും പഠിപ്പിക്കുവാൻ ആത്മാർത്ഥത ആ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഉണ്ടെങ്കിൽ അവർ ധന്യരാണ്. അവർക്ക് വേണ്ടി നാളെ ആ മക്കൾ സാക്ഷി പറയും, ഉറപ്പായിട്ടും എന്റെ ഉപ്പയാണിത്, എന്റെ ഉമ്മയാണിത്, ഈ പരിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി അവർ വളരെ ത്യാഗം സഹിച്ചതാണ്. ഇതിലെ 114 അധ്യായങ്ങളും അർത്ഥസഹിതം ആശയം സഹിതം പഠിപ്പിച്ചത് ഉപ്പയും ഉമ്മയുമാണ്. പഠിച്ചവനെ, ഇത് അവർക്ക് നീ സ്വർഗം കൊടുക്കണേ. ദുനിയാവിൽ വെച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, നാളെ പരലോകത്ത് വരുമ്പോൾ ആ മകൻ സാക്ഷി പറയും നമുക്ക് അനുകൂലമായി. മറിച്ചോ, എന്റെ വാപ്പയാണിത്, എന്നെ ഇംഗ്ലണ്ടിലേക്ക് വിടാൻ വേണ്ടിയല്ലോ 14 ലക്ഷം രൂപ ഉണ്ടാക്കിയാണ് ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും എന്നെ പറഞ്ഞു വിട്ടത്. എല്ലാം ഭൗതികമായി വെട്ടിപ്പിടിക്കാനായി എന്നാണ് നമുക്കെതിരെ പറയുന്നതെങ്കിലും 24, 34, 40 ലക്ഷമൊക്കെ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് മക്കളെ എവിടെ വേണമെങ്കിലും വിടും. ആ പോണത് എന്താണ്? ഭൗതികം പഠിക്കാൻ. ഭൗതികം മാത്രമേ തലയിലുള്ളൂ, വേറെ ഒന്നും ചിന്തയില്ല. അങ്ങനെയുള്ളവർ ഒന്ന് ഈ പരിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അൻ നബി അയ്യൂബ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാല കാന കസിയാമിദ് ദഹർ. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വീണ്ടും ഉണർത്തുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സ്വാമ റമളാന, റമളാൻ മാസം മുഴുവനും എല്ലാവരും നോമ്പ് നോറ്റി, സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, പിന്നെ ശവ്വാൽ മാസത്തിൽ ഒരു 6 സുന്നത്ത് നോമ്പ് കൂടെ പിടിച്ചാൽ, ശവ്വാൽ മാസത്തിലെ 6 സുന്നത്ത് നോമ്പ് കൂടെ പിടിച്ചാൽ കാനക സിയാമിദ് ദഹർ, ഒരു വർഷം മൊത്തം നോമ്പ് പിടിച്ച കൂലിയാണ്. നമ്മൾ എങ്ങോട്ട് കിടന്നു? ഷവ്വാലിലേക്ക് കിടന്നു. ഷവ്വാൽ തുടർച്ചയായി 2, 3, 4, 5, 6 അങ്ങനെ പിടിക്കണ്ട. ഷവ്വാൽ തീരുന്നതിന് മുമ്പ് 6 സുന്നത്ത് നോമ്പ് കൂടെ പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഒരു വർഷം മുഴുവനും നോമ്പിലായ കൂലി നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു റസൂലുള്ളാഹിയിലൂടെ. പിന്നീട് ഫർള് നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ ഈ നോമ്പ് നിയ്യത്ത് ചെയ്യുമ്പോൾ എന്ത് നിയ്യത്ത് ചെയ്യണം? ഫർളിന് വേണ്ടി നിയ്യത്ത് ചെയ്യണം. കാരണം ഫർള് നഷ്ടപ്പെട്ടാൽ ആദ്യം പിടിക്കേണ്ടത് എന്താണ്? ഫർളാണ്. അപ്പൊ ആ ഫർള് നഷ്ടപ്പെടും. സ്ത്രീകൾക്ക് 5-6 ദിവസമൊക്കെ നഷ്ടപ്പെടുമല്ലോ ഉറപ്പായിട്ടും. അങ്ങനെയുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ഫർള് പിടിച്ചതിന് ശേഷം സുന്നത്തിനെ പറ്റി ആലോചിച്ചാൽ മതി. പിന്നീട് അൽഹംദുലില്ലാ, എപ്പോഴും പറയില്ല, ഞാൻ കുറച്ച് പൈസയൊക്കെ നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് മാത്രം ഒന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞ് ഖുതുബ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ സക്കാത്ത് ഫണ്ടിന്റെ കീഴിൽ വരുന്ന ഫ്ലാറ്റിന് വേണ്ടി നിങ്ങളിൽ നിന്നും സംഖ്യ കളക്ട് ചെയ്തത്. 9.5 സെന്റ് സ്ഥലം അൽഹംദുലില്ലാ വാങ്ങി. ഇനി അവിടെ 12 വീടുകളുള്ള ഫ്ലാറ്റ് വരികയാണ് പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഗൂഗിൾ പേ വഴിയും നേരിട്ടും എന്നെ ഏൽപ്പിച്ചത് 70,750 രൂപയാണ്. ബക്കറ്റ് കളക്ഷനായിട്ട് കിട്ടിയത് 22,500 രൂപയാണ്. ഇവിടുത്തെ കരീം സാഹിബ് വശം നേരിട്ട് ഏൽപ്പിച്ചത് 10,500 രൂപയാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച മാത്രം നിങ്ങളിൽ നിന്നും കളക്ട് ചെയ്തെടുത്തത് 1,03,750 രൂപയാണ്. അള്ളാഹു ഇതിനു വേണ്ടി പണം മുടക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലുള്ള വൻ സംരംഭങ്ങൾക്ക് ഇനിയും സഹായിക്കുവാനുള്ള മനസ്സും ത്വാക്കത്തും സമ്പത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ വൻ ടീമുകൾ ഇരിപ്പുണ്ട്, വൻ ഗ്രൂപ്പുകൾ. ആബാദിന്റെ, സ്കൈലൈൻ, അതുപോലുള്ള വൻ ടീമുകളൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ വിചാരിച്ചാൽ നമ്മുടെ ഈ സംരംഭം 2 CR ആണ്, 2 കോടിയോളം രൂപ വേണം. ഈ 12 വീടും അവിടെ അള്ളാഹുവിനൊരു ഭവനവും പഠിക്കാനൊരു മദ്രസയും തീർക്കണമെങ്കിൽ 2 കോടിയോളം രൂപ വേണം. വൻ ടീമുകൾ ഇരിക്കുന്ന ഈ വേദിയിൽ അവരുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം പഠിച്ചവനെ ഇട്ടുകൊടുക്കണേ, ഇതിനെ സഹായിക്കാൻ ഇട്ടുകൊടുക്കണേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഈ സംരംഭം നമ്മുടെ ആഗ്രഹപ്രകാരം പൂവണിഞ്ഞ് പഠിച്ചവന്റെ മാർഗത്തിലുള്ള വലിയ ഒരു ഹദിയയായി, ജാരിയായ സ്വതക്കയായി, സക്കാത്തിന്റെ സംരംഭമായി മാറ്റാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും
വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഈ റമദാനിൽ അനുഷ്ഠിച്ച നോമ്പ്, ഞങ്ങൾ നിനക്ക് വേണ്ടി ചിലവഴിച്ച ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ, ജാരിയായ സ്വതക്കകൾ, സക്കാത്തുകൾ, ഫിത്ർ സക്കാത്തുകൾ, ഇതെല്ലാം വമ്പിച്ച പ്രതിഫലത്തിന് അർഹതയുള്ളതാക്കി തീർക്കേണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് മാപ്പാക്കണമേ റഹ്മാനെ. ഞങ്ങളെയും ആ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. ഈ റമളാനിന് ശേഷം ഇനി ഒരു തെറ്റുകളിലേക്ക് ചെന്ന് ചാടാതിരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ റഹ്മാനെ. ശൈത്താന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സഹായിക്കണമേ റഹ്മാനെ. പടച്ചവനെ, രോഗികളായി കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട്, വീട്ടിൽ വിശ്രമിക്കുന്നവരുണ്ട്. അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب